പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ അനിശ്ചിതാവസ്ഥ സ്വർണ്ണവിപണിയെ ശക്തമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്ന് മാത്രം നോക്കുമ്പോൾ സ്വർണ്ണവില 2 തവണ കുറഞ്ഞത് ശ്രദ്ധേയമാണ്. രാവിലെ തന്നെ ഗ്രാമിന് 60 രൂപയും ഒരു പവൻ 480 രൂപയുമാണ് കുറഞ്ഞത്. അതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൻ ഇടിവ്. ഗ്രാമിന് 215 രൂപയും പവൻ 1720 രൂപയും കുറഞ്ഞു. ഇങ്ങനെ ഒരേ ദിവസത്തിൽ തന്നെ 2 തവണയായി സ്വർണ്ണവില ഇടിഞ്ഞതോടെ പവൻ ആകെ 2200 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിപണിയിലെ നിലവിലെ വില ഒരു ഗ്രാമിന് 13,250 രൂപയും ഒരു പവൻ 1,06,000 രൂപയുമാണ്. അതേസമയം ഇന്നലത്തെ സ്ഥിതി ഇതിന് പൂർണ്ണ വിപരീതമായിരുന്നു. ഇന്നലെ രാവിലെ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. ഇന്നലെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിപണിയിലെ അനിശ്ചിതാവസ്ഥ വ്യക്തമാക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യമാണ് ഇതിന് പിന്നിൽ. അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലും ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രോയ് ഔൺസിന് $132.05 കുറഞ്ഞ് $4,421.51 ഇത് ഏകദേശം 2.90% ഇടിവാണ്. സാധാരണയായി അനിശ്ചിതാവസ്ഥ കൂടുമ്പോൾ സ്വർണം സുരക്ഷിത നിക്ഷേപമായി ആളുകൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണി വളരെ വേഗത്തിൽ മാറുന്നതിനാൽ വിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് കാണുന്നത്. അതിനാൽ സ്വർണം വാങ്ങാനോ നിക്ഷേപിക്കാനോ ഉദ്ദേശിക്കുന്നവർ മാർക്കറ്റ് നിരീക്ഷിച്ച് സൂക്ഷിച്ച് തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സ്വർണ്ണവില അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.